മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ജൂൺ 19, വായനാ ദിനം. വായന എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച PN പണിക്കരുടെ ചരമദിനമാണ് നാം ഓരോരുത്തരും വായനാ ദിനമായി ആചരിക്കുന്നത്. വിദ്യാർത്ഥികളായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാഥമിക കടമയാണ് അറിവ് നേടുക എന്നത്. അധ്യാപകരിലൂടെയും പത്രമാസികകളിലൂടെയും റേഡിയോയിലൂടെയും ഇന്റർനെറ്റിലൂടെയുമൊക്കെ നാം ഈ അറിവുകൾ നേടുന്നുണ്ട്. വായനാശീലമാണ് ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കുവാൻ വായനയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. നല്ല പുസ്തകങ്ങൾക്ക് മനുഷ്യ മനസ്സിനെ ഉണർത്തുവാനും ഉയർത്തുവാനും കഴിയും എന്നാണ് മഹാനായ ടോൾസ്റ്റോയി പറഞ്ഞിട്ടുള്ളത്. ലോകം കണ്ടിട്ടുള്ള പ്രമുഖ നേതാക്കന്മാരിൽ ഭൂരിഭാഗം പേരും വായനാശീലത്തെ കാത്തു സൂക്ഷിച്ചിരുന്നു. എബ്രഹാം ലിങ്കൺ, ഗാന്ധിജി, ടോൾസ്റ്റോയി, നെഹ്റു, രാജേന്ദ്ര പ്രസാദ് മുതലായ നേതാക്കൾ തങ്ങളുടെ വായനാശീലം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്ന് മഹാനായ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിട്ടുണ്ട്. നന്മയുള്ള കൃതികൾ മനുഷ്യ മനസ്സിനെ ശുദ്ധമാക്കുന്നു. പല മഹാത്മാരുടെയും ആത്മകഥകളും ജീവചരിത്രങ്ങളുമെല്ലാം വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് പ്രചോദനം ലഭിക്കും. കഥകളും കവിതകളും നോവലുകളും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കും. നമ്മുടെ ആസ്വാദന ശേഷിയെ അത് ത്വരിതപ്പെടുത്തുകയും ചെയ്യും. വിശ്രമവേളകളിൽ വിനോദം മാത്രമല്ല പുസ്തകങ്ങൾ. അതിലൂടെ നമ്മുടെ സംസ്കാരം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്റർനെറ്റുകൾ ഇന്ന് വളർന്നു എങ്കിലും ഓരോ വീട്ടിലും ചെറിയൊരു ഗ്രന്ഥശാലയെങ്കിലും നാം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. പുസ്തകങ്ങളിലൂടെ അറിവാർന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം.